കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെയും പോലീസ് ആസ്ഥാനത്തെയും ഒരേ സമയം പിടിച്ചു കുലുക്കുന്ന അതിനിർണായകമായ ചില നീക്കങ്ങൾക്കാണ് പുതിയ ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ തണലിൽ ഇരുന്നു കൊണ്ട് നിയമവും ചട്ടവും പൂർണ്ണമായി കാറ്റിൽ പറത്തി സ്വന്തം രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമായി ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാട്ടിക്കൂട്ടിയ വൻ തോന്നിവാസങ്ങൾക്കും അഴിഞ്ഞാട്ടങ്ങൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണവും നടപടികളുമാണ് പുതിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോലീസ് ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അതിനിർണായകമായ ചർച്ചകളിലായിരുന്നു ആഭ്യന്തരമന്ത്രി. മുൻ സർക്കാരിന്റെ കാലത്ത് കൃത്യമായി രാഷ്ട്രീയ വിധേയത്വം പാർട്ടി താല്പര്യങ്ങളും മാത്രം മാനദണ്ഡമാക്കിയായിരുന്നു സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ ക്രമസമാധാന ചുമതലയുള്ള പ്രധാന തസ്തികകളിൽ വിന്യസിച്ചിരുന്നത്. ജനങ്ങളുടെ നികുതി പണം ശമ്പളമായി വാങ്ങി ഭരണകക്ഷിയുടെ ഗുണ്ടാപ്പണി ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ട ആ പോലീസ് പ്രമാണികളുടെ അപ്രമദിത്വം അടിമുടി പൊളിച്ചെഴുതാനുള്ള അതിവേഗ നീക്കങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അണിയറയിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക പോലീസ് സൂപ്രണ്ടന്മാരും CA-മാരും DYSP-മാരും പിണറായി വിജയൻ നേരിട്ട് കുത്തിത്തിരിക്കുക സ്വന്തം ആളുകളായിരുന്നു എന്നുള്ള ആക്ഷേപം ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. നിയമ സംവിധാനങ്ങളെ പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥരെ പോലും വലിയ ക്രമസമാധാന ചുമതലകളിൽ കുടിയിരുത്തിയത് പാർട്ടിയുടെ അടിയന്തര കൊട്ടേഷനുള്ള നടപടികൾ മാത്രമാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. ഈ കള്ളക്കളിക്ക് അറുതി വരുത്താൻ ആദ്യപടി എന്ന നിലയിൽ അടിമുടി പരിഷ്കാരത്തിനുള്ള കൃത്യമായ ലിസ്റ്റുകൾ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ച സകലരുടെയും പേരുകൾ വെട്ടേണ്ടിടത്ത് വെട്ടിയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ക്രമസമാധാന ചുമതലയിൽ നിന്നും പൂർണ്ണമായി തൂത്തെറിഞ്ഞുമാണ് പുതിയ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. CPM-ന് വേണ്ടി നിയമവിരുദ്ധമായി ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യാൻ മടി കാണിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ അതിശക്തമായ അന്വേഷണം വരും ദിവസങ്ങളിൽ ആരംഭിക്കുകയും ചെയ്യും. രമേശ് ചെന്നിത്തലയുടെ ഈ നീക്കങ്ങൾ കേവലം രാഷ്ട്രീയ പ്രത്യാക്രമണം മാത്രമല്ല, മറിച്ച് തകർന്നുപോയ കേരളത്തിന്റെ ക്രമസമാധാന നിലയും പോലീസ് സംവിധാനവും നേർവഴിയിലാക്കാനുള്ള സദുദ്ദേശപരമായ നീക്കമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റിട്ടയർഡ് DGP ഹേമചന്ദ്രനെ പോലീസ് ഉപദേഷ്ടാവായി നിയമിച്ച ഈ നടപടി എന്ന് പറയുന്നത്. അഴിമതിയോട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത സത്യസന്ധത പുലർത്തുന്ന വ്യക്തിത്വമായിട്ട് കൂടി പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഹേമചന്ദ്രൻ വലിയ തോതിൽ വേട്ടയാടപ്പെടുകയും പാർശ്വവൽക്കപ്പെടുകയുമാണ് ചെയ്തിരുന്നത്. അതായത് അദ്ദേഹത്തെ പലപ്പോഴായി പിന്തള്ളുന്ന സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട്. പിണറായി വിജയന്റെ ഭരണകാലത്ത് കേന്ദ്ര സർക്കാരുമായി അവിശുദ്ധ ബന്ധമുള്ള രാഷ്ട്രീയ യജമാനന്മാർ എന്ത് പറഞ്ഞാലും കണ്ണുമടച്ചനുസരിക്കുന്ന അഴിമതിയോട് കടുത്ത താല്പര്യമുള്ളവരെ മാത്രമായിരുന്നു ഉപദേഷ്ടാക്കളായി പ്രതിഷ്ഠിച്ചിരുന്നത്. തന്മൂലം DGP ആകാൻ സകല യോഗ്യതകളും ഇന്റഗ്രിറ്റിയും ഉണ്ടായിട്ടും വിൻസെന്റ് പോൾ, ഹേമചന്ദ്രൻ തുടങ്ങിയ അങ്ങേയറ്റം മികച്ച ഉന്നത ഉദ്യോഗസ്ഥർക്ക് ക്രമസമാധാന ചുമതലകൾ നിഷേധിക്കപ്പെടുകയായിരുന്നു. വിൻസെന്റ് പോൾ പൊതുരംഗത്ത് നിന്ന് മാറി ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ ഹേമചന്ദ്രന്റെ തിരിച്ചുവരവ് കേരള പോലീസിന് കൃത്യമായ ദിശാബോധം നൽകുമെന്നുള്ള ഈ വിശ്വാസം എല്ലാവരിലും ഉണ്ടാകുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് വ്യക്തിപരമായോ അതുപോലെ രാഷ്ട്രീയമായോ ഉള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിരുന്നുവെങ്കിൽ ഹേമചന്ദ്രനെ പോലൊരു കണിശക്കാരനെ ഈ പദവിയിൽ നിയമിക്കില്ലായിരുന്നു എന്നത് പൊതുസമൂഹത്തിന് വലിയ കയ്യടി നേടുന്നുമുണ്ട്. പോലീസ് കോട്ടകളിൽ CPM വലിയ തോതിൽ തങ്ങളുടെ ആളുകളെ തിരികെ കയറ്റിയിട്ടുണ്ട് എന്നുള്ള മുൻപത്തെ പരാതികളിൽ അടിയന്തര അന്വേഷണം നടത്താൻ ഹേമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പ് ഇതിനോടകം തന്നെ ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. ഈ വിപ്ലവകരമായ നടപടികൾക്കെല്ലാം തുടക്കം കുറിക്കുന്നത് വാസ്തവത്തിൽ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നവകേരള സദസ്സിനെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മുൻ സർക്കാർ ചുമത്തിയ വധശ്രമം ഉൾപ്പെടെയുള്ള കള്ളക്കേസുകളിൽ അടിയന്തര തീർപ്പാക്കിക്കൊണ്ടാണ്. പിണറായി വിജയനെതിരെയും സർക്കാരിന്റെ അഴിമതികൾക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ അതുകൊണ്ട് മാത്രം സാധാരണക്കാരായ ജനങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ജയിലിലടച്ച സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇത്തരം മുഴുവൻ പ്രതികാര കേസുകളുടെയും വിശദാംശങ്ങൾ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ശേഖരിച്ചു വരികയുമാണ്. ഒരു പ്രത്യേക സർക്കാർ ഉത്തരവിലൂടെ ഈ കള്ളക്കേസുകളെല്ലാം ഒറ്റയടിക്ക് റദ്ദാക്കാനുള്ള വിപുലമായ ആലോചനകളാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം ശബരിമല യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ വേട്ടയാടപ്പെട്ട അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകളും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ച സാധാരണക്കാർക്കെതിരെ ചുമത്തിയ കേസുകളും ഇത്തരത്തിൽ പ്രത്യേക ഉത്തരവിലൂടെ റദ്ദാക്കുമെന്നുള്ള സൂചനകളാണ് ആഭ്യന്തര വകുപ്പ് നൽകുന്നത്. അതൊന്നും മാത്രമല്ല, നിയമവിരുദ്ധമായി നിരപരാധികളെ പീഡിപ്പിക്കുകയും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുമുണ്ട്. ഓരോ കേസുകളിലെയും ഫയലുകൾ നിലവിൽ ആഭ്യന്തര വകുപ്പ് സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ ആദ്യപടി എന്ന നിലയിൽ മുൻ സർക്കാരിൻ്റെ കാലത്ത് പോലീസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ഏറ്റവും വിവാദപരമായ ആലപ്പുഴ നവകേരള മർദ്ദന കേസ് അന്വേഷിക്കാൻ പുതിയ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് CPM-ന്റെ കണ്ണിലെ കരടായ AP ഷൗക്കത്ത് അലി അതുപോലെ തന്നെ IPS-നെയാണ്. ആലോചിക്കണം, AP ഷൗക്കത്ത് അലി IPS വരുമ്പോൾ
അവിടെ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആരാണ് AP ഷൗക്കത്ത് അലി ചോദിച്ചാൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടിസുനി അടക്കമുള്ള ക്രിമിനലുകളെ സാഹസികമായി പിടിക്കുകയും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എന്ന P മോഹനെ വഴിയിൽ കാർ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്ത മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി. ഇതിന്റെ പ്രതികാരം എന്നോണം പിണറായി സർക്കാർ അദ്ദേഹത്തെ നിരന്തരം പീഡിപ്പിക്കുകയും സീനിയോറിറ്റി അനുസരിച്ച് IPS നൽകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ IPS നൽകേണ്ടി വന്നപ്പോൾ തന്നെ വളരെ തന്ത്രപൂർവ്വം ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഒതുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഈ നിയമനം ഇപ്പോൾ പുതിയ സർക്കാരിന് വലിയ ഗുണമായി മാറുകയാണ്. ആലപ്പുഴയിൽ വെച്ച് നടന്ന ക്രൂരമായ മർദ്ദനത്തിന്റെ അന്വേഷണം അവിടുത്തെ ക്രൈംബ്രാഞ്ച് SP ഏൽപ്പിക്കുന്നതിൽ ആർക്കും സാങ്കേതികമായി ചോദ്യം ചെയ്യാൻ പറ്റില്ല. കേസിലേറെ ഏറ്റെടുത്ത ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അതിവേഗത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കുന്നത്. ആലപ്പുഴയുടെ ഇപ്പോഴത്തെ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൺമുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫും ഗൺമാന്മാരും വലിയ ദണ്ടുകൾ കൊണ്ട് തലക്കടിച്ച് ചോരയൊലിച്ചിട്ടത് അല്ലെങ്കിൽ ചോരയൊലിക്കുന്ന ദൃശ്യങ്ങൾ അന്ന് ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം തത്സമയം ഞെട്ടലോടെ കണ്ടതാണ്. ആഴ്ചകളോളം തോമസും അജിയും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അന്ന് ഈ ക്രൂരതയെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരസ്യമായി ന്യായീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. പിന്നീട് പരാതിക്കാർ കോടതിയെ സമീപിച്ച് ദൃശ്യങ്ങൾ ഹാജരാക്കിയപ്പോഴാണ് കോടതി ഉത്തരവനുസരിച്ച് കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായത്. എന്നാൽ അപ്പോഴും ഗൺമാന്മാർക്ക് നോട്ടീസ് അയക്കുന്നതിനപ്പുറം ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ലായിരുന്നു. കോടതി അന്വേഷണത്തിന് അല്ലെങ്കിൽ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടും പഴയ പോലീസ് അത് പൂർണ്ണമായി അവഗണിച്ചു. എന്നാൽ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ 2 ഗൺമാന്മാരടക്കം 5 ഉദ്യോഗസ്ഥർക്കെതിരെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. അന്ന് മർദ്ദനം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഉന്നതർ ഇടപെട്ട് മുഖ്യതിന്റെ രേഖകളും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തു കഴിയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ രേഖകളും ശേഖരിച്ച് ശാസ്ത്രീയമായി നിലനിൽക്കുന്ന തരത്തിൽ തെളിവുകൾ ശേഖരിച്ച് ഈ പ്രതികളെ ഉടൻ തന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ ജോലിയിൽ നിന്ന് സ്ഥിരമായി പിരിച്ചുവിടാനുള്ള ശക്തമായ ശുപാർശ ഇതടങ്ങിയ റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ തന്നെ ആഭ്യന്തര വകുപ്പിൽ കൈമാറുകയും ചെയ്യും. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യം പണി കിട്ടുന്നത് ഈ 2 ഉദ്യോഗസ്ഥർക്കായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഗൺമാന്മാരായി തുടരാൻ അവർ പോലീസിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എക്കാലവും പിണറായി ഭരിക്കുന്ന പിണറായിയുടെ സംരക്ഷണം തുണയും പ്രതീക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ട 2 പേരും പോലീസിന് പുറത്തേക്ക് പോകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇവർ ക്രിമിനൽ കുറ്റകൃത്യത്തിന് വിചാരണ നേരിടുകയും ആവശ്യമുണ്ടെങ്കിൽ ജയിലിലാവുകയും ചെയ്യേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുക കൂടിയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. പുതിയ സർക്കാർ അധികാരമേറ്റതോടെ പ്രതിപക്ഷ നേതാവായി മാറിയ പിണറായി വിജയന്റെ സുരക്ഷാ സംവിധാനങ്ങളിൽ ആഭ്യന്തര വകുപ്പ് വൻ വെട്ടിക്കുറക്കലുകൾക്കാണ് വരുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന കനത്ത Z+ കാറ്റഗറി പൂർണ്ണമായി പിൻവലിച്ചിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ പദവികൾ പരിഗണിച്ച് ഇപ്പോൾ Y കാറ്റഗറി സുരക്ഷ മാത്രമാണ് അനുഭവിച്ചിട്ടുള്ളത്. ഇതോടെ മുൻപുണ്ടായിരുന്ന കൂറ്റൻ കമാൻഡോ സന്നാഹങ്ങളും വൻ പോലീസ് പടയും കറുത്ത സുരക്ഷാ മതിലുകളും പിണറായിക്ക് നഷ്ടമായിരിക്കുകയാണ്. വൻ സുരക്ഷാ ഭീഷണിയും ഗതാഗത കുരുക്കുമുണ്ടാക്കിയിരുന്ന എസ്കോർട്ട് വാഹനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയെങ്കിലും പൈലറ്റ് വാഹനം നിലനിർത്തിയിട്ടുമുണ്ട്. ഗൺമാന്മാർക്ക് പകരം 2 PSOമാരെ മാത്രമാണ് നിലവിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുമുള്ളത്. അദ്ദേഹത്തിൻ്റെ വീടുകളിലും സുരക്ഷയ്ക്കായി പോലീസിൻ്റെ നിലവിൽ കാവൽ നിർത്തിയിട്ടുമുണ്ട്. ഈ സുരക്ഷ വരും ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണോ അതോ ഇതേപടി നിലനിർത്തണോ എന്നുള്ള കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി ഉടൻ തന്നെ ചേർന്ന് അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്. 2023 ഡിസംബർ 15-നാണ് ആലപ്പുഴയിൽ വെച്ച് നടന്ന മർദ്ദന കേസിലെ പ്രധാന പ്രതിയും പിണറായിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ടീമിലെ ഏറ്റവും വിവാദ നായകനുമായ ഗൺമാൻ സന്ദീപ് ഒടുവിൽ സുരക്ഷാ ചുമതലയിൽ നിന്നും ഒഴിവായി ഔദ്യോഗികമായി ലോക്കൽ പോലീസിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അറസ്റ്റും സസ്പെൻഷനും തൊട്ടുമുന്നിൽ നിൽക്കുന്നതിനാൽ ഈ പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ ഇപ്പോഴും പിണറായി വിജയനോടൊപ്പം തന്നെ തുടരുകയുമാണ്. നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇവർ ഇരുവരും പ്രതിപക്ഷ നേതാവിൻ്റെ ഗൺമാന്മാരായി തുടരാൻ പോലീസിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെങ്കിലും പുതിയ ആഭ്യന്തര വകുപ്പ് അതിന് വഴങ്ങിയിട്ടുമില്ല. പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ശമ്പളമായി വാങ്ങിയിട്ട് എക്കാലവും പിണറായി വിജയൻ ഭരിക്കുന്ന അതേ അഹങ്കാരത്തിൽ കൊട്ടേഷൻ സംഘങ്ങളെ പോലെ പെരുമാറിയ ഈ ഉദ്യോഗസ്ഥർ ജയിൽവാസം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. കേസിലെ പുതിയ അന്വേഷണ സംഘം തങ്ങളുടെ ആദ്യ യോഗത്തിന് ശേഷം അതിവേഗത്തിലാണ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അന്ന് ആലപ്പുഴയിൽ മർദ്ദനമേറ്റ് തത്സമയം ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയ പ്രമുഖ ദൃശ്യമാധ്യമ പ്രവർത്തകന്റെ മൊഴിയാണ് സംഘം ഇന്ന് ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാളെ നേരിട്ട് ഹാജരായി മൊഴി നൽകാൻ MLA AD തോമസിനും അജയ് ജുവലിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങൾ പകർത്തിയതും പരാതിക്കാർ കോടതിയിൽ നൽകിയതുമായ
വീഡിയോ ദൃശ്യങ്ങൾ തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് ഫോറൻസിക് ലാബിലേക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുമുണ്ട്. ഈ ദൃശ്യങ്ങൾ എഡിറ്റ് നടന്നിട്ടില്ലെന്ന് ഫോറൻസിക് ഫലം ലഭിക്കുന്നതോടെ പ്രതികളായ സന്ദീപിനെയും അനിൽകുമാറിനെയും നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മുമ്പ് കേസ് അന്വേഷിച്ച ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്ന് കാണിച്ച് കേസ് ഒതുക്കാൻ നോക്കിയ ആ കള്ളക്കളി പുതിയ അന്വേഷണത്തോടെ പൊളിഞ്ഞിരിക്കുകയാണ്. കൺമുന്നിൽ വെച്ച് സ്വന്തം അണികളെ തല്ലിച്ചതച്ച കേസിലെ പ്രതികളെ പിണറായിക്കിനി സംരക്ഷിക്കാനാവില്ല. പിണറായി ചിരഞ്ജീവിയാണെന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായ നിരപരാധികളായ മനുഷ്യരെ വേട്ടയാടാൻ ഇറങ്ങിയ സകലരും അനുഭവിക്കാൻ പോകുന്നത് വലിയ സൂചനകളാണ് ലഭിക്കുക, അല്ലെങ്കിൽ അവർക്ക് വലിയ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന്, കണ്ണൂരിൽ വീണ ജോർജിനെതിരെയുണ്ടായ വ്യാജ ആക്രമണവുമായി ബന്ധപ്പെട്ട് CPM പോലീസ് ഗൂഢാലോചന നടത്തി ജയിലിലടച്ച യൂത്ത് കോൺഗ്രസ്സുകാരും വിമാനത്തിൽ പിണറായിക്കെതിരെ പ്രതിഷേധിച്ചതിന് വധശ്രമ കേസ് ചുമത്തി പീഡിപ്പിച്ച പ്രവർത്തകർക്കും നീതി ഉണ്ടാകും. അതിന് കൂട്ടുന്ന പോലീസുകാർ പുറത്തേക്ക് പോവുകയും ചെയ്യും. കഴിഞ്ഞ 10 വർഷം പിണറായിയെ വിശ്വസിച്ച് സാധാരണ മനുഷ്യരുടെ നെഞ്ചത്ത് കയറി സകലരെയും കാത്തിരിക്കുന്നത് കൃത്യമായ തിരിച്ചടിയാണ്. ആ ലിസ്റ്റിൽ നിയമവിരുദ്ധമായി മാധ്യമങ്ങളെയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരെയും വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെട്ട ഉദ്യോഗസ്ഥരും ഇതിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉപദ്രവിച്ചവർ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിലേക്കും സസ്പെൻഷനിലേക്കും കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതിശക്തമായ നിയമ നടപടികളുമായി പുതിയ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ ഗുണ്ടായിസം കാണിച്ചവർക്ക് ഒളിക്കാൻ ഒരിടവും ഉണ്ടായില്ല എന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് ഈ നീക്കങ്ങൾ നൽകുന്നത്.